ഇതിന്റെ കറയാ ഇത് കറയാ. ഇത് നമ്മൾ നടുവേ പൊളന്നിട്ട് കുരു എടുത്ത് കളഞ്ഞ് എന്നിട്ട് ചുണ്ണാമ്പ് വെള്ളത്തിലിടണം ഒരു ദിവസം. ഒരു രാത്രി മൊത്തം ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് 5-6 പ്രാവശ്യം കഴുകി വാരിയെടുത്ത് പിന്നെ നമ്മളിത് ഉണക്കിയെടുക്കണം. വെള്ളമൊക്കെ ശരിക്കും കളഞ്ഞ് ഒരു തുണിയും കൊണ്ട് ഒപ്പിക്കളഞ്ഞിട്ട് പിന്നെ പഞ്ചസാരപ്പാനി ഉണ്ടാക്കിയിട്ട് അതിലിടണം. അങ്ങനെ നമ്മൾ 12 ദിവസം ഓരോ ദിവസം ഇത് ചൂടാക്കി എടുത്ത് 12 ദിവസം എടുക്കുമ്പോഴത്തേക്കുമാണ് ശരിക്കും ബേക്കറി ചെറിയായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് ചെറിപ്പഴം ചെറി നമ്മള് ബേക്കറി എന്നൊക്കെ വാങ്ങിക്കുന്നില്ലേ, ബേക്കറി ചെറി. ചെറിപ്പഴം അത് നമ്മുടെ ഇവിടെ സാധാരണ ഉണ്ടാകുന്നതാണോ? സാധാരണ ഉണ്ടാകുന്നതാണ്. പക്ഷെ അതങ്ങനെ ഉണ്ടാക്കിയെടുത്താലും ഇതിന്റെ പ്രോസസ്സിംഗ് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് സാധാരണക്കാരത് വെച്ചുപിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് പ്രോസസ് ചെയ്യണം അല്ലേ? പ്രോസസ് ചെയ്യാൻ ഇതിന്റെ പഴമുള്ളതൊക്കെ ഇത് പഴുത്തതാണ്. നമുക്ക് പറിക്കാറായ പഴമാണ് ഈ കാണുന്നത്. ഇതാണോ പാകമായത്? ഇത് പാകമായതാ. ഈ പാകമായ ചെറുപ്പഴം എങ്ങനെയാണ് കടയിൽ കിട്ടുന്ന രീതിയിൽ പ്രോസസ് ചെയ്യുന്നത് എന്നൊന്ന് കാണിച്ചു തരാമോ? പാല് പോലെ വരുവേ. ഇതിന്റെ കറയാ ഇതാണ് കറ. ഇത് കറയാ. ഇത് നമ്മള് നടുവേ പൊളന്നിട്ട് കായ ഇങ്ങനെ എടുത്ത് കളയണം. നിറയെ ഇതിനകത്തുള്ളിൽ കായാണേ. ഈ പയറിന്റെ കാ പോലെയാണോ അല്ല പയർ വിത്ത് പോലെയാണോ? ആപ്പിളിന്റെ കുരു പോലത്തെ കുരുവാ. അത് കളയണം. അത് കളഞ്ഞ് ഇപ്പൊ ഇത് കണ്ടല്ലോ മൊത്തം കറയല്ലേ. ഈ കറ പോകാൻ വേണ്ടിയിട്ടാണ് ചുണ്ണാമ്പ് ലായനിയിൽ ഇടുന്നത്. ഈ നമ്മുടെ വെളുപ്പ് കറ പോണം അല്ലെ? ഇതെല്ലാം കറയാ. ഇത് മുളഞ്ഞല്ലേ? മുളഞ്ഞിയാ. ഇത് പോണം. ഇത് ഒരു ദിവസം നമ്മള് ചുണ്ണാമ്പ് ലായനിയിൽ ഇട്ടാലാണ് ഇത് പോവുള്ളൂ. എന്നിട്ട് നമ്മൾ ഒരു 5-6 പ്രാവശ്യം ഇത് കഴുകി വാരി എടുക്കണം. എന്നാൽ അത് നമുക്ക് ഈ പറയുന്ന കടയിൽ കിട്ടുന്ന ചെറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പഞ്ചസാര അത് കഴിഞ്ഞ് പഞ്ചസാര ലൈനിടണം മധുരം കിട്ടാൻ വേണ്ടി. അപ്പൊ ഇത് നല്ല പണിയുണ്ട്. നിസ്സാര പരിപാടിക്കും തീരത്തില്ല. 12 ദിവസം നമുക്ക് കഷ്ടപ്പെടണം. അതുകൊണ്ടാണ് ഇത്രയും വില അല്ലേ? ഇത്രയും വില. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.